ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബി കൂൾ വിത്ത് പൊന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 3 സ്ലൈസ് ബ്രെഡും ഒരു പൊട്ടാറ്റോ ഉണ്ടെങ്കിൽ ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ തൊലി കളഞ്ഞ് ഒന്ന് പീസാക്കി എടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. സ്മാഷറോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കാം. അങ്ങനെതാ ഇതിവിടെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 3 സ്ലൈസ് ബ്രെഡാണ്. ഈ ഒരു 3 സ്ലൈസ് ബ്രെഡും അതുപോലെ ഒരു പൊട്ടാറ്റോയും വെച്ചിട്ട് എനിക്ക് 11 സ്നാക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കൈ വെച്ചിട്ടൊന്ന് പിച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് അല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടെയാണ്. അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അതുപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിൽ വെള്ളം ചേർക്കാതെയാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. വെള്ളം ചേർത്ത് പോയാൽ ഇത് വെള്ളം കൂടിയിട്ട് നമുക്ക് കറക്റ്റ് ഷേപ്പായി കിട്ടാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കയ്യിൽ അല്പം ഓയിലോ വെള്ളമോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തതിന് ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ബോളാക്കിയിട്ടൊന്ന് ഉരുട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. കട്ട്ലറ്റിൻ്റെ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനിതാ എല്ലാ മാവും ഇതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നേരെ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാന് വെച്ചിട്ടുണ്ട്. നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിലേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ സ്നാക്കായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു സൈഡൊന്ന് കുക്കായി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വെറും 5 മിനിറ്റിൽ നമുക്കൊരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണിത്. അതിൻ്റെ ഒരു സൈഡൊന്ന് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിന് 2 സൈഡൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് ആ സ്നാക്കൊക്കെ ഇവിടെ നിന്ന് കുക്കായി വന്നിട്ടുണ്ട്. 2 സൈഡും നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും, കാരണം ഈ ഒരു പൊട്ടാറ്റോ ഇതിലുള്ള പൊട്ടാറ്റോ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ ബ്രെഡ് കുക്കായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും അതുപോലെ ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.